ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മന്ത്രിസഭ ഏകദേശം 2 ടേമായി 10 വർഷം പൂർത്തീകരിക്കുകയാണ്. നമ്മളതിനെ ഭരണത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ നമുക്കറിയാം, മുൻകാലങ്ങളിലുള്ള ഭരണാധികാരികൾ ഈ രാജ്യത്തുണ്ടാക്കി വെച്ച പുരോഗതികളെ പിന്നോട്ടടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സംസ്ഥാനത്ത് ഉടനീളം കണ്ടുവരുന്നത്. ഒരു തരത്തിലും രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെ ഭരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടത്തുവാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. സമസ്ത മേഖലകളും തകർന്നടിഞ്ഞുകൊണ്ട്, വികസനം മുരടിച്ചുകൊണ്ട്, വിലക്കയറ്റം കൊണ്ട്, രൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നൊരു സാഹചര്യം, അതുപോലെ യുവജനങ്ങൾ തൊഴിലില്ലായ്മ മൂലം നട്ടം തിരിയുന്നൊരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. നമുക്കറിയാം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ ചെന്നാൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വിലയേക്കാൾ 3-4 ഇരട്ടി കൊടുത്താലാണ് ഇന്ന് നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ യുവജനങ്ങളെ സംബന്ധിച്ച് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. യുവജനങ്ങളായ ആളുകൾ മുഴുവൻ, അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾ കൂട്ടത്തോടുകൂടി വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. കാരണം അവർ നിരവധി കോഴ്സുകൾ, വലിയ ജോലി സാധ്യതയുള്ള നിരവധി കോഴ്സുകൾ പൂർത്തീകരിച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അവർക്ക് കൊടുക്കുവാൻ തൊഴിലില്ല. ഉള്ള തൊഴിലുകൾ തന്നെ PSC വഴിയുള്ള നിയമനങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. പിൻവാതിൽ നിയമനത്തിലൂടെ ഭരണക്കാരുടെ പാർശ്വവർത്തികളായ ആളുകൾക്ക് മാത്രമാണ് ഇന്ന് അവിടെ ജോലി കിട്ടുന്നത്. മെറിറ്റിൽ ഒരു കുട്ടികൾക്ക് പോലും, റാങ്ക് ലിസ്റ്റിൽ പെടുന്ന ഒരു കുട്ടികൾക്ക് പോലും ജോലി കിട്ടാത്ത സാഹചര്യം കൊണ്ട് നിരവധിയായ കുട്ടികൾ ആത്മഹത്യയുടെ വക്കിലാണ്. അപ്പോൾ സമസ്ത മേഖലകളെയും തകർത്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതുപോലെ കാർഷിക മേഖല ആകെ തകർന്നിരിക്കുകയാണ്. പാവപ്പെട്ട കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. അതുപോലെ തന്നെ വളമടക്കമുള്ള സാധനങ്ങൾക്ക് വില ദിനംപ്രതി കുതിച്ചു കയറുന്നു. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ കാർഷിക മേഖല നേരിടുന്നു. അതുപോലെ തന്നെയാണ് വനഭൂമിയുമായി ബന്ധപ്പെട്ട് വനാതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിലെ കർഷകരുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പൂർണ്ണതോതിൽ വിളവെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. വന്യമൃഗങ്ങൾ കടന്നു കയറി അവരുടെ ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്നു. അതിന് കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. അത്തരത്തിൽ എല്ലാ തരത്തിലും ഈ ആളുകൾ ബുദ്ധിമുട്ടുകയാണ് കാർഷിക മേഖലയിൽ. അതുപോലെ തന്നെ വികസനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പുതിയ പദ്ധതികൾ പോലും ഈ 10 വർഷം കൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായ ഒരു വലിയ പദ്ധതി എടുത്തു കാണിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കൊച്ചി മെട്രോ, വിഴിഞ്ഞം പോലുള്ള വൻകിട പദ്ധതികൾ മുൻകാലങ്ങളിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളുടെ കാലത്ത് തുടങ്ങി വെച്ച് പൂർത്തീകരണം നടത്തിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു എന്നല്ലാതെ വലിയൊരു പദ്ധതി പോലും കൊണ്ടുവരാൻ ഈ സംസ്ഥാനത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല, മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് പൊതുവായി ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് കോതമംഗലം നിയോജക മണ്ഡലം ഈ 10 വർഷക്കാലം ആന്റണി ജോൺ എന്ന MLA ആണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇലക്ഷനെ നേരിടുമ്പോൾ നിരവധിയായ വാഗ്ദാനങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തിരുന്നത്. ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു. അതിലൊന്നുപോലും അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ വടാട്ടുപാറക്കാരെ സംബന്ധിച്ചും കോതമംഗലംകാരെ സംബന്ധിച്ചുമൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു കാക്കനാട് പാത. കോതമംഗലത്ത് തങ്ങളത്ത് നിന്നും കാക്കനാട് എത്തിച്ചേരുന്ന പാത എന്ന് പറയുമ്പോൾ 10-20 കിലോമീറ്റർ ലാഭിക്കാൻ കഴിയുന്ന ഒരു പാതയായിരുന്നു. 10 വർഷമായിട്ടും അദ്ദേഹത്തിന് 1 മീറ്റർ പോലും അത് പുതിയതായി കൂട്ടിച്ചേർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഭൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മാണം ഏകദേശം പകുതിയിൽ കൂടുതലായ ആ പദ്ധതി തുടങ്ങി വെച്ചെടുത്ത് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇപ്പോഴും വെള്ളാനകളെ ഒരവസ്ഥയിലാണ്. സർക്കാർ ഖജനാവിലെ പണങ്ങൾ കട്ടുമുടിച്ച് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ, ആർക്കും വേണ്ടാതെ ഒരു ദയനീയാവസ്ഥയിൽ അവിടെ കിടക്കുകയാണ്. അപ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ വലിയ കെടുകാര്യസ്ഥ ഗവൺമെന്റിന്റെ ഭാഗത്തും MLAയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഈ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഇത്രയും നടത്തിയിട്ടുള്ളത്. അത് പൂർത്തീകരിക്കാൻ കഴിയാത്തത് വലിയ പോരായ്മ തന്നെ. അതുപോലെ തന്നെ ചേരാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം കൊണ്ടുവരെന്ന് പറഞ്ഞു. കോതമംഗലം എന്ന് പറയുന്നത് കേരളത്തിന്റെ കായിക തലസ്ഥാനമായി അറിയപ്പെടുന്ന ഒരു മേഖലയാണ്. പക്ഷേ ആ കോതമംഗലത്ത് ചേരാടിൽ ഇതിനു മുമ്പിരുന്ന TU കുരുള MLA ആയിരുന്ന കാലത്തെ സ്ഥലമെടുപ്പും അതിന്റെ പ്രാരംഭ പണികളും തുടങ്ങി വെച്ചെങ്കിലും അത് പൂർത്തീകരിക്കാനോ അവിടെ ഒരു കല്ല് പോലും പണിയുവാനോ ഈ MLA കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും MLA നിയോജകമണ്ഡലത്തിലെ പൊതുവായ കാര്യങ്ങളിൽ വളരെ പരാജയമായിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ കുട്ടമ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധിയായ വാഗ്ദാനങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് വടാട്ടുപാറക്കാരെ സംബന്ധിച്ച് പട്ടയമില്ലാത്ത നിരവധി ആളുകൾ 1970 മുതൽ കുടിയേറി പാർത്ത 100 കണക്കിന് കർഷകർ ഉള്ള ഒരു പ്രദേശമാണ് കുട്ടമ്പുഴ പഞ്ചായത്തിൽ വടാട്ടുപാറ അടക്കമുള്ള പ്രദേശങ്ങൾ. വർഷങ്ങളായി ആളുകളെ ഇങ്ങനെ പറഞ്ഞ് പ്രലോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും കൂടി
ഇപ്പൊ തന്നെ പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞ് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം നടത്തി, അളവുകൾ കഴിഞ്ഞു, അതിന്റെ പേരിൽ പണപ്പിരിവും വരെ നടത്തിയതാണ്. പക്ഷേ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പാവപ്പെട്ട കർഷകരെ പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചൊരു ഗവൺമെന്റ്, വഞ്ചിച്ചൊരു MLA ആണ് നമുക്ക് ഈ നമ്മുടെ നിയോജകമണ്ഡലം പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ തന്നെ വടാട്ടുപാറ മേഖലയിലുള്ള ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പട്ടയഭൂമിയിലെ തേക്കടക്കമുള്ള മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകുന്നുള്ള അനുമതി കിട്ടുക എന്നുള്ളത്. നമുക്ക് ആദ്യകാലത്ത് ഇവിടെ പട്ടയഭൂമിയിൽ നിന്ന് തേക്കടക്കമുള്ള മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയി വിൽക്കുന്നതിനോ മറ്റ് നിർമ്മാണ സാമഗ്രികൾ ഉണ്ടാക്കുന്നതിനോ ഒക്കെ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ കുറെ കാലമായി അത് ഫോറസ്റ്റ് അധികാരികൾ സമ്മതിക്കുന്നില്ല. മരം മുറിക്കുന്നതിനോ അത് കൊണ്ടുപോകുന്നതിനോ യാതൊരു അനുവാദം നൽകുന്നില്ല. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിന് അനുവാദം നൽകിയ പിണറായി വിജയൻ ഗവൺമെന്റിനും റവന്യൂ വകുപ്പ് മന്ത്രിക്കും ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിക്കും സ്ഥലം MLA-ക്ക് പോലും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് 2-3 പ്രാവശ്യം ഇവിടെ ഫ്ലെക്സുകൾ വെച്ചതല്ലാതെ ഒരു ഇഞ്ച് പോലും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനോ കർഷകർക്ക് അതിന്റെ ഗുണം നേടുവാനോ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ അനുവാദം കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നൂറുകണക്കിന് കർഷകർ ഇതിന്റെ ഗുണഫലങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. എത്രയോ ആളുകൾ സാമ്പത്തികമായി പരാധീനത മാറ്റിക്കൊണ്ട് അവരുടെ പറമ്പിൽ നിൽക്കുന്ന തേക്കുമരങ്ങൾ അടക്കം വെട്ടി അത് വിറ്റാൽ അവരുടെ സാമ്പത്തികമായ പരാധീനതകൾ മാറ്റാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊന്നും ഈ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഈ MLA അതിനുവേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ സ്ഥിരമായി പറയുന്നതാണ്, നമുക്കറിയാം 10 വർഷം ആയി അദ്ദേഹം 10 ബഡ്ജറ്റാണ് ഈ ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ 10 ബഡ്ജറ്റിലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കുട്ടമ്പുഴയിലെ ബംഗ്ലാവിൻ കടവ് പാലം. എല്ലാ വർഷവും ബഡ്ജറ്റിൽ അതിനകത്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. 16 കോടി 17 കോടി എല്ലാം അനുവദിച്ചുകൊണ്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. യാതൊരു പുരോഗതിയും ആ കാര്യത്തിൽ നേടിയിട്ടില്ല എന്ന് മാത്രമല്ല 100 രൂപ ടോക്കൺ മാത്രമാണ് അദ്ദേഹം എല്ലാ വർഷവും വയ്ക്കുന്നത്. അതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ ഈ MLA-ക്ക് സാധിച്ചിട്ടില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി വേണം. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് ഈ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. എല്ലാ വർഷവും വയ്ക്കും. വടാട്ടുപാറക്കാരെ സംബന്ധിച്ച് പഞ്ചായത്ത് ആസ്ഥാനത്ത് പോകണമെങ്കിൽ 30 കിലോമീറ്റർ സൈഡിലേക്ക് സഞ്ചരിച്ചാലാണ് പഞ്ചായത്ത് ആസ്ഥാനമായ കുട്ടമ്പഴയിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, അതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്റർ, പഞ്ചായത്ത് ഓഫീസ് അടക്കമുള്ള നിരവധിയായ സ്ഥാപനങ്ങളുള്ള പ്രദേശമാണ് കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ. അപ്പോൾ അതിന്റെ എല്ലാം സേവനങ്ങൾ ലഭ്യമാകണമെങ്കിൽ വെറും 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരമാണ് ആനക്കയത്തേക്കുള്ള ദൂരം, പലവുംപടിയിൽ നിന്ന് ആനക്കയത്തേക്കുള്ളത്. ആ പാലം അവിടെ പണിത് കഴിഞ്ഞാൽ ഈ 10,000-ലധികം വരുന്ന ജനങ്ങൾക്ക് വളരെ ഗുണകരമായ പ്രയോജനം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ കുട്ടമ്പുഴ ബംഗ്ലാവിൻ കടവ് പാലം. അതിനുവേണ്ടി എല്ലാ വർഷവും പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നല്ലാതെ യാതൊരുവിധ വാഗ്ദാനങ്ങളും പാലിക്കാൻ കഴിയാത്ത വളരെ പരാജയപ്പെട്ട ഒരു MLA ആണ് ഈ നമ്മുടെ MLA. അതുപോലെ തന്നെ കുട്ടമ്പുഴ പഞ്ചായത്ത് നിരവധിയായ വേറെ വാഗ്ദാനങ്ങളുമുണ്ട്. അവിടെ നിരവധി ആദിവാസികൾ താമസിക്കുന്ന ആദിവാസി ഉന്നതികളിലേക്കുള്ള പാലം, അത് ഇതുപോലെ തന്നെ പ്രഖ്യാപനങ്ങൾ ഒതുങ്ങിയിരിക്കുക. വർഷകാലമായി കഴിഞ്ഞാൽ പൂയംകുട്ടിയിലേക്കുള്ള ആളുകൾക്ക് പൂയംകുട്ടി കഴിഞ്ഞ് വെള്ളാരംകുത്ത്, അതുപോലെ തന്നെ മണികണ്ഠഞ്ചാൽ ഭാഗത്തേക്കുള്ള ആ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങുമ്പോൾ ജനങ്ങൾ ആഴ്ചകളോളം ആദിവാസി ഉന്നതികളുള്ള ആദിവാസികളടക്കമുള്ള ആളുകൾ കഷ്ടപ്പാട് സഹിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഭക്ഷണപദാർത്ഥങ്ങൾ പോലും അക്കരയിലെത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവും. ഇതിനെല്ലാം പരിഹാരം കാണാമെന്ന് അദ്ദേഹം നിരവധി വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അതിനും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ MLA-യുടെ ഭാഗത്തു നിന്നോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട്. അതുപോലെ തന്നെ പറയാനുള്ള കാര്യമാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ വടാട്ടുപാറയെ സംബന്ധിച്ചായാലും കുട്ടമ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചായാലും ഏറ്റവും കൂടുതൽ ഒരു പ്രതീക്ഷ നൽകുന്നതാണ് ടൂറിസം മേഖല. ഒരുപാട് അനന്തമായ സാധ്യതകൾ വടാട്ടുപാറയിലുണ്ട്, അതുപോലെ തന്നെ പൂയംകുട്ടിയിലുണ്ട്, തട്ടേക്കാടുണ്ട്. ഈ പ്രദേശങ്ങൾ ഇടമലയാറ് അടക്കമുള്ള പ്രദേശങ്ങളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസം മേഖല ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ നിരവധിയായ പ്രശ്നങ്ങൾ, ജോലി സാധ്യതകൾ വർദ്ധിക്കും, അതുപോലെ തന്നെ മറ്റേ കച്ചവട സാധ്യതകൾ വർദ്ധിപ്പിക്കും, അതുപോലെ ഭൂമിക്ക് വില ഉയരും. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയും. അതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും അദ്ദേഹം അനക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്, കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വൈദ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ MM മണി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇടമലയാറിൽ വരികയും ഹൈഡൽ ടൂറിസം എന്ന പേരിൽ അവിടെ ഒരു ഉദ്ഘാടന മാമാങ്കമെല്ലാം നടത്തി അദ്ദേഹം തിരിച്ചു പോയതല്ലാതെ പിന്നീട് ഒരു അനക്കവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വടാട്ടുപാറക്കാരെ സംബന്ധിച്ചായാലും കുട്ടമ്പുഴക്കാരെ സംബന്ധിച്ചായാലും എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളത്, ഇനി ഭാവിയിലേക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ള ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധ്യതകളുണ്ട്. അതിന് പറ്റിയ ഭൂപ്രകൃതിയും അത് പറ്റിയ സാഹചര്യങ്ങളെല്ലാം ഉള്ള പ്രദേശമാണ്. ഇപ്പോൾ ഇടമലയാറിൽ തന്നെ എന്ന വൈശാലി ഗുഹ, എത്രയോ ആളുകളാണ് ഇവിടെ കാണുവാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക് അനുവാദം കിട്ടാതെ തിരിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ വടാട്ടുപാറ വെള്ളച്ചാട്ടം, വടാട്ടുപാറ വാട്ടർഫോൾസ്, ഇഷ്ടംപോലെ ആളുകൾ, നിരവധിയായ ടൂറിസ്റ്റുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് സീസണിൽ കടന്നു വരുന്നത്.
അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് ഗവൺമെന്റിന് കഴിയുന്നില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കടന്നുകയറ്റം വലിയ പ്രശ്നമാണത്. അപ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരം കാണാൻ ഈ 10 വർഷം കൊണ്ട് ഈ അടിസ്ഥാന മേഖലയിൽ ജനങ്ങളുടെ കർഷകരുടെ പ്രശ്നങ്ങളിലാകട്ടെ, ടൂറിസം മേഖലയിലാകട്ടെ, പട്ടയ പ്രശ്നത്തിലാകട്ടെ, അതുപോലെ തന്നെ പട്ടയ ഭൂമിയിലെ മരം മുറിക്കുന്ന പ്രശ്നത്തിലാകട്ടെ, ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു പ്രവർത്തനവും നടത്താതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു MLA ആയി, കഴിവുകെട്ട ഒരു MLA ആയി അദ്ദേഹം മാറി എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിലുണ്ട്. പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു പദ്ധതി അദ്ദേഹം കൊണ്ടുവന്നു, 5 കോടി രൂപ മുടക്കി കൊണ്ടുവന്നൊരു പദ്ധതി എന്ന് പറയുന്നത് പുതുത്താങ്കട്ടിൽ നിന്നും വടാട്ടുപാറ വഴിയുള്ള റോഡ് BMBC നിലവാരത്തിൽ ഉയർത്തിയെന്നാണ് പറയുന്നത്. നമുക്ക് ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കറിയാം, BMBC നിലവാരമുള്ള റോഡിൽ കൂടി സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ആ റോഡിന്റെ നിലവാരം എന്താവണം. യാതൊരു നിലവാരവും ഇല്ലാത്ത തരത്തിലാണ് ആ റോഡ് പണിതിട്ടുള്ളത്. അതുപോലെ തന്നെ അത് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ അവിടെ പണിതിട്ടുള്ള റോഡാണ്. അതിന് വലിയ അഴിമതി അതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസമാണ് ഒരു കുടുംബം യാത്ര ചെയ്തിരുന്ന കാറ് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ തോട്ടിലേക്ക് മറിഞ്ഞൊരു സ്ത്രീ, ഒരു വീട്ടമ്മ അതിദാരുണമായി മരണപ്പെട്ടു. അത് PWയുടെ അശ്രദ്ധയാണ്. അവിടെ കൃത്യമായി അറിയാം, വലിയ കുത്തനെയുള്ള ഇറക്കവും വളവും 2 സൈഡിൽ തോടുമുള്ള സ്ഥലത്ത് ആവശ്യമായ സംരക്ഷണ ഭിത്തികൾ കൂടാതെ ആ റോഡ് നിർമ്മിച്ച റോഡിന്റെ അപാകമാണ് ആ മരണത്തിന് കാരണമായത്. അപ്പൊ അങ്ങനെ ഈ കൊട്ടിഘോഷിക്കപ്പെട്ട ആ ഒരു പദ്ധതിയാണ് 5 കോടി മുടക്കി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് MLA അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആ പദ്ധതിയിലും വലിയ അഴിമതിയുണ്ട്. കാരണം അതിന്റെ നിർമ്മാണത്തിൽ അപാകമുണ്ട്. അതുപോലെ തന്നെ മതിയായ സുരക്ഷ മാനദണ്ഡങ്ങൾ പാലിക്കാതാണ് ആ റോഡ് പണിതിട്ടുള്ളത്. അതുപോലെ തന്നെ വീതിയുടെ കാര്യത്തിലായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ച് ആവശ്യത്തിനുള്ള നിലവിലുള്ള വീതി ആ റോഡിന് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പോരായ്മയും ആ റോഡിനുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് MLAയുടെ ഭാഗത്തു നിന്ന് ഈ നാടിന് പൊതുവെ കുട്ടമ്പുഴ പഞ്ചായത്തിന് അതുപോലെ തന്നെ കോതമംഗലം നിയോജകമണ്ഡലത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു വികസന പ്രവർത്തനം, പുതിയതായി ഒരു വികസന പ്രവർത്തനങ്ങളും ഒരു തൊഴിൽ സംരംഭങ്ങളോ ഒന്നും കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് വളരെ തികഞ്ഞ പരാജയമാണ്. കാരണം ഇതിന്റെ മുൻകാലങ്ങളിലുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ, കാരുണ്യ പദ്ധതി അടക്കം പാവപ്പെട്ട ആളുകൾക്ക് അനുഭവവേദ്യമായി എത്രയോ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇന്ന് കാരുണ്യ പദ്ധതിയിലൂടെ 1 രൂപ പോലും ആൾക്ക് കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം ക്ഷേമനിധിയിൽ പെൻഷൻ, ഇവിടെ ആളുകൾ കൃത്യമായി അത് ക്ഷേമനിധിയിൽ കൃത്യമായി പൈസ അടച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ക്ഷേമനിധിയുടെ കാലാവധി കഴിയുമ്പോൾ 10 രൂപ പോലും അതിനകത്ത് നിന്ന് കിട്ടുകയോ അംശാദായം അടച്ച ആളുകൾക്ക് അതിൽ നിന്ന് പെൻഷൻ കിട്ടുകയോ 10-18 മാസം വരെ പെൻഷൻ കിട്ടാതെ മുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. നമുക്കറിയാം, ക്ഷേമനിധി പെൻഷൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഔദാര്യമൊന്നുമല്ല. അത് കൃത്യമായി എല്ലാ മാസവും മുടങ്ങാതെ അംശാദായം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ട അവകാശമാണ്. ആ അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗവൺമെന്റും ആ ഗവൺമെന്റിന്റെ ഭാഗമായ MLAയും തികഞ്ഞ പരാജയമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.